വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ, ഒരു അനുസ്മരണ സമ്മേളനത്തിൽ ദീർഘമായ പ്രഭാഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തെ ചുരുങ്ങിയ വാക്കുകളിൽ അനുസ്മരിക്കാൻ മാത്രമേ ഞാനും സമയം എടുക്കുന്നുള്ളൂ. ഒന്ന് രണ്ട് പ്രത്യേകതകൾ. എഴുപന്ന ഗോപിനാഥ് പിറന്നു വീണ ഈ മണ്ണിൽ തന്നെയാണ് ഞാനും പിറന്നു വീണത്. ജന്മം കൊണ്ട് എഴുപന്നക്കാരൻ കൂടിയാണ്. അതെന്റെ ജനനത്തിന്റെ പ്രശ്നമാണെങ്കിൽ, യുക്തിവാദി എന്നുള്ള നിലയിൽ എൻ്റെ ജനനം അതും എഴുപന്നയ്ക്ക് അർഹതപ്പെട്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ആനന്ദപ്രഭു ഉൾപ്പെടെ നമ്മുടെ അരവിന്ദൻ ചേട്ടന്റെ ഒക്കെ നേതൃത്വത്തിൽ അതിശക്തമായ, എനിക്ക് തോന്നുന്നു ചേർത്തല താലൂക്കില്, ആലപ്പുഴ ജില്ലയില് യുക്തിവാദത്തിന് ഇത്രയേറെ വേരോട്ടം ഉണ്ടായിരുന്ന ഒരു ഇടം വരെ ഉണ്ടോ എന്ന് സംശയം. അത്രയേറെ പ്രശസ്തമായ ഒട്ടേറെ പ്രവർത്തകർ, എനിക്ക് അരവിന്ദൻ ചേട്ടന് മാത്രമല്ല ഈ സമയത്ത് ഓർമ്മ വരുന്നത്, എഴുപന്ന ഗോപിനാഥിന് മാത്രമല്ല, എഴുപന്ന സംഭാവന ചെയ്ത ഇതിന്റെ കേരള യുക്തിവാദ ഇതിൽ ഇരിക്കുന്നതിന് എത്ര പേർക്ക് അത് അറിയുമെന്ന് എനിക്കറിയില്ല. വി എ ചീരൻ മാഷ്, വി എ ചീരൻ യുക്തിവാദ സംഘത്തിന്റെ ചേർത്തല താലൂക്ക് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പിന്നെ ഒട്ടേറെ പേർ, നമ്മുടെ അശോകൻ ഉൾപ്പെടെയുള്ള, ഇപ്പോൾ അശോകൻ പ്രസിഡന്റ്, അശോകൻ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഇരിക്കുന്നവരും ഇല്ലാതിരിക്കുന്നതുമായ ഒട്ടേറെ പേര് അണിനിരുന്നുകൊണ്ട് യുക്തിവാദ സംഘത്തിന്റെ ജില്ലയിൽ മാത്രമല്ല, ഞാൻ ഓർക്കുന്നു എം എ ജോണൊക്കെ പങ്കെടുത്ത സമ്മേളനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ ഹാളിൽ നമ്മുടെ സോപ്പനാരായണൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു ചരിത്ര പുരുഷൻ, ചേർത്തലയിലെ ഏറ്റവും വലിയ യുക്തിവാദി, അദ്ദേഹം മക്കളുമായിട്ടൊക്കെ വണ്ടിയിൽ തുറവൂരിൽ നിന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഒരു കുടുംബ യോഗത്തിന് പോകുന്ന പോലെ, അല്ലെങ്കിൽ വീട്ടിലൊരു കല്യാണത്തിന് പോകുന്ന പോലെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് വലിയ സമ്മേളനങ്ങൾ നടത്തിയ ഇടം. ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർമ്മയിൽ അരവിന്ദൻ ചേട്ടൻ ഉൾപ്പെടെ ഇവരെല്ലാം കടന്നു പോവുകയാണ്. ഗോപിയുമായിട്ട് യഥാർത്ഥത്തിൽ ആ ഗോപി എന്ന് ഞാനൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു വല്ലായ്മയൊക്കെ നിങ്ങൾക്കൊക്കെ തോന്നാം. ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം 30 ദിവസത്തിന്റെ, ഒരേ പ്രായമുള്ള, ഒന്നിച്ച് കളിച്ചു വളർന്നു എന്ന് പറയാൻ പറ്റും. ഗോപിയുടെ ടൈമിൽ എനിക്ക് പ്രകാശനമായിട്ടാണ്, ശേഷം വന്ന പ്രകാശനമായിട്ടാണ് ആ ഘട്ടത്തിൽ എനിക്കും കോണ്ടാക്ട് ഉണ്ടായിരുന്ന. പ്രകാശം ശരിക്കും ഗോപിയായിട്ട് പരിചയപ്പെടുന്നത്, ആഴത്തിൽ പരിചയപ്പെടുന്നത്, ഒരു 2 ആഴ്ചക്കാലം എറണാകുളത്ത് തങ്ങിക്കൊണ്ട് 1987 12ാം സംസ്ഥാന സമ്മേളനം എറണാകുളം നടക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തു നിന്നും മറ്റു ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ എറണാകുളത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് അതിന്റെ സംഘാടന പ്രവർത്തനം. അപ്പോൾ ആ ക്യാമ്പിന്റെ മുൻകൂട്ടി അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ശക്തമായി നിന്നുകൊണ്ട് ആ സമ്മേളനത്തെ വിജയിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ ശില്പിയായി നിന്നത് ഗോപിയാണ്. അപ്പൊ ആ കാലത്താണ് അന്ന് പ്രേമാനന്ദന്റെ കേരളം വളരെ ശ്രദ്ധിച്ച ദിവ്യാത്ഭുത അനാവരണ പരിപാടി എറണാകുളം ടൗണിലൂടെ 2-3 കിലോമീറ്റർ ദൂരം അംബാസഡർ കാറ് വലിച്ചു കൊണ്ടുപോകുന്ന വലിയ ഒരു ദിവ്യാത്ഭുത അനാവരണ പരിപാടി കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് ആ പരിപാടി നടന്നത്. അതിനൊക്കെ അതിശക്തമായ നേതൃത്വം നൽകിയത് എഴുപന്ന ഗോപിനാഥ് എന്ന ഗോപിയാണ്. നേരത്തെ ലെനിൻ സൂചിപ്പിച്ചു, ഒരു മജീഷ്യൻ എന്നുള്ള നിലയിൽ അതിന് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തേനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് ഗോപിക്ക് മാറാൻ കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. മാജിക്കിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ അറിവുകളും മാജിക്കിന് എങ്ങനെയാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രയോഗിക്കേണ്ടത് എന്ന വ്യക്തമായ ധാരണയും ഉൾച്ചേർത്തുകൊണ്ട് ദിവ്യാത്ഭുത അനാവരണത്തിന്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് യുക്തിവാദ പ്രചരണ രംഗത്ത് ഗോപി നടന്നു വരുന്നത്. ഇപ്പോഴും മനസ്സിൽ വരുന്നത്, തൊട്ട് അടുത്ത 2 വർഷത്തിന് ശേഷം 1989 ആലപ്പുഴയിൽ 13ാം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ, അതിനുശേഷം 1919 32ാം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ
ഗോപിയുടെ മജിഷ്യന്റെ വേഷം, കുപ്പായവും മേൽക്കുപ്പായവും ഒക്കെ ഇട്ട് നിൽക്കുന്ന ഗോപിയല്ല അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അന്നത്തെ സമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു അവതരണം ഗോപി അവതരിപ്പിച്ച മഞ്ഞൾ നീരാട്ട്. ഒരു വെളിച്ചപ്പാടിന്റെ വസ്ത്രമെല്ലാം ധരിച്ച് മഞ്ഞൾ അതിങ്ങനെ തിളപ്പിച്ച് അതിൽ പൂക്കല മുക്കി ദേഹത്ത് അടിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയെ അത്ഭുതപ്പെടുത്തിയ പ്രകടനം. അത് ആലപ്പുഴ നഗര ചത്തുരത്തിലായിരുന്നുകൊണ്ട് ഒത്തിരി ആളുകൾ, സംഘത്തിന്റെ പ്രവർത്തകർക്ക് പുറമെ വെളിയിൽ നിൽക്കുന്നവർ ഉൾപ്പെടെ ആ വലിയ സമ്മേളനത്തിലേക്ക് അവരെ ആകർഷിച്ചത്, പുറത്തുനിന്ന് വിളിച്ച് അകത്തേക്ക് കൊണ്ടുവന്നത് എഴുപന്റെ ഗോപിനാഥ് എന്ന മജിഷ്യന്റെ, എഴുപന്റെ ഗോപിനാഥ് എന്ന യുക്തിവാദിയുടെ, എഴുപന്റെ ഗോപിനാഥ് എന്ന ശാസ്ത്ര ചിന്തകന്റെ ഇടപെടൽ മനുഷ്യനെ തന്നിലേക്ക് ആകർഷിക്കാൻ, തന്റെ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കാൻ, തന്റെ ആശയങ്ങളിലേക്ക് ആകർഷിക്കാൻ അതിശക്തമായി മാജിക് എന്ന മാധ്യമത്തെ ഉപയോഗിച്ച ആളാണ് എഴുപന്റെ ഗോപിനാഥ്. മറ്റൊന്ന്, നമ്മളൊക്കെ പലപ്പോഴും മറന്നുപോകുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, സാംസ്കാരിക ഐക്യമുന്നണി. നമുക്കറിയാം, കേരള യുക്തിവാദി സംഘം എന്നുള്ളത് ശരതല താലൂക്ക് മൊത്തം എടുത്താൽ എന്റെ വിരലുകൊണ്ട് ചിലപ്പോൾ തീർന്നില്ലെങ്കിൽ എന്റെയും ലെനിന്റെയും മധുവിന്റെയും ഒക്കെ വിരൽ കൂട്ടിയാൽ എണ്ണിയെടുക്കാവുന്ന അത്ര ആൾക്കാർ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് കേരളത്തെ ഒറ്റയ്ക്ക് നിന്ന് മാറ്റിമറിക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യവും നമുക്കുണ്ട്. എങ്ങനെയാണ് വേണ്ടത്? ലെനിൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള സാംസ്കാരിക അന്തരീക്ഷം, ശാസ്ത്രത്തിന് പകരം അന്ധവിശ്വാസത്തെ പ്രതിഷ്ഠിക്കുന്ന അധികാരം ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എതിർക്കണമെങ്കിൽ എതിർക്കുന്നവരുടെ ശക്തമായ നിര ഉണ്ടായിത്തീരും. സാംസ്കാരിക ഐക്യമുന്നണി ലക്ഷ്യം വയ്ക്കുന്നത് ഒരേ തരത്തിൽ ചിന്തിക്കുന്ന, കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ പുരോഗതിയെക്കുറിച്ച് വ്യക്തമായ ധാരണകളുള്ള ആളുകൾ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഒന്നു ചേർന്ന് അത്ര ഒരു സമര പഥത്തിലേക്ക് വരുമ്പോൾ മാത്രമേ അതിനെ ശക്തിപ്പെടുത്താൻ, അതിനെ ഒരു അത്യുഗ്രമായ പ്രകടനശേഷിയുള്ള ഒരു മൂവ്മെന്റ് ആക്കി മാറ്റാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് എഴുപന്റെ ഗോപിനാഥ് ലൈബ്രറി കൗൺസിലിൽ അംഗമായിരുന്നു, പ്രവർത്തിച്ചിരുന്നു. എഴുപന്റെ ഗോപിനാഥ് കേരള യുക്തിവാദി സംഘത്തിൽ പ്രവർത്തിച്ചിരുന്നു. വെറും പ്രവർത്തകനല്ല, അതിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ, യുക്തിവാദി സംഘത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പദയാത്രകളിൽ, കലാജാഥകളിൽ, യൂണിറ്റ് തലത്തിൽ നടക്കുന്ന പരിപാടികളിൽ പോലും തന്റെ മാജിക് സജീവമായി ബാഗുമായി എത്തിച്ചേർന്ന് പ്രകടനം നടത്താനുള്ള മനസ്സ്, ഇത് ബോധ്യപ്പെടുത്തുന്നത് അത്തരത്തിൽ ഐക്യപ്പെടാനുള്ള ആള് പലപ്പോഴും കണ്ടുവരുന്നത് ഇത്തരം പുരോഗമനകാരികളൊക്കെ തന്നെ മൈക്ക് കിട്ടുന്നിടത്ത് പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുമ്പോൾ സ്വന്തം കുഴി തോണ്ടുകയാണ് എന്നുള്ള ധാരണ അവർക്കില്ല. നമുക്ക് വേണ്ടത് ഗോപിനാഥ് കാണിച്ചു തന്ന മാർഗത്തിൽ, പ്രേമാനന്ദും നമ്മുടെ മൺമറഞ്ഞു പോയ യുക്തിവാദി ആചാര്യന്മാരൊക്കെ കാണിച്ചു, ആചാര്യൻ എന്നുള്ള പദം പ്രയോഗിക്കരുതെന്ന് പ്രേമാനന്ദ് എന്റെ ചെവിക്ക് പിടിച്ചു പറഞ്ഞിട്ടുണ്ട്. യുക്തിവാദത്തിന്റെ പ്രമുഖ പ്രവർത്തകർ അവരെല്ലാം ആഗ്രഹിച്ചത് ഇത്തരത്തിൽ ഇളകി മറിയുന്ന, ഈ ഓരോരുത്തരും പറഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നിച്ചു നിന്ന് പോരാടാനുള്ള അവസരം ഇനിയും വിയോഗിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇനി വരുന്നത് നമുക്കൊന്നും സംസാരിക്കാനാവാത്ത, പ്രതികരിക്കാനാവാത്ത ദിനങ്ങളായിരിക്കും എന്നുള്ളതുകൊണ്ട് ആ പാത പിന്തുടർന്ന എനിക്ക് സന്തോഷമുള്ളത്, ഗോപിയുടെ മരണശൈലിയിലേക്ക് ഞാൻ എത്തുമ്പോൾ സീത അവിടെ നിന്ന് പറഞ്ഞു, അങ്ങൾ ഇപ്പോഴാണോ എത്തുന്നത്? 2-3 ആഴ്ചക്ക് മുമ്പോട്ട് പ്രകാശനുമായിട്ട് സംസാരിച്ച് പോവാം, പ്രകാശിന്റെ തിരക്കുണ്ടായിരുന്നു, ഒന്നിച്ച് പോകാനുള്ള ഡേറ്റ് അടുത്ത ദിവസം പോകാമെന്ന് ഞങ്ങളൊക്കെ തീരുമാനിച്ച് ഇരുന്നിട്ട് ഇത്രയും ഒരു വല്ലാത്ത കണ്ടീഷനെ കുറിച്ചുള്ള ധാരണ അപ്പോഴും നമുക്ക് യുക്തിവാദി സംഘത്തിന്റെ പ്രവർത്തകർ പോകുന്നു, കാണുന്നു, അദ്ദേഹം പോകുമ്പോൾ സംസാരിക്കുന്നു, ഇതെല്ലാം കണ്ടുപിടിക്കുന്ന ഒരു ഗുരുതരമായ ആരോഗ്യ അവസ്ഥയിൽ ആണ് എന്നുള്ളത് ബോധ്യം വന്നിരുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് പ്ലാൻ ചെയ്ത് പുറപ്പെടാൻ ഇരിക്കുന്ന സമയത്ത് ആണ് യഥാർത്ഥത്തിൽ ഈ വാർത്ത അറിയുന്നത്, വേദനിപ്പിക്കുന്നത്, അത് നമ്മൾ ദുഃഖിപ്പിക്കുന്നതൊക്കെ വളരെ വൈകിയാണ് ശരിക്കും നമ്മുടെ ധാരണയിലേക്ക് അത് കൊണ്ടുവരുന്നത്. എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം മക്കളെ വളർത്തിയ രീതി എനിക്ക് പലപ്പോഴും കാണേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ ഒരു CPI-യുടെ നേതാവ് നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശികമായിട്ട് വയലാറിൽ എനിക്ക് സാമൂഹ്യ രംഗത്ത് നിൽക്കാൻ ഇടം തന്ന K. മാധവൻ എന്ന വ്യക്തി, അദ്ദേഹം
ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിലും പോയി തൊഴുത് കണ്ടിട്ടില്ല, ഒരു അന്ധവിശ്വാസത്തിന്റെ ചടങ്ങുകളിലും പങ്കെടുത്ത് കണ്ടിട്ടില്ല. അങ്ങനെ തനി പൂർണ്ണ യുക്തിവാദിയായ കെ മാധവൻ മരിച്ചു എന്ന് ഞാൻ അറിയുന്നത് കിലയിലെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുമ്പോഴാണ് കെ മാധവൻ മരിച്ചവരെ ഞാൻ അറിയുന്നത്. ഞാൻ അവിടെ അപ്പൊ തന്നെ എഴുതി കൊടുത്തു, ഞാൻ പോവാണ്, എനിക്ക് പോകണം, എൻ്റെ പ്രിയ സഖാവ് അന്തരിച്ച് എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് ഞാൻ ചേർത്തലയിൽ മാധവൻ ചേട്ടന്റെ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട് കത്തിച്ചു വെച്ച നിലവിളക്കിന്റെ തണലിൽ ഉടുക്കുകെട്ടിപ്പാടുന്ന കുറെ അക്ഷര ശൂന്യരുടെ നടുവിൽ കരുത്തനായ യുക്തിവാദി നേതാവ് എല്ലാം സഹിച്ച് കിടക്കുന്ന ഒരു ചിത്രം. ആ ചിത്രം ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് യുക്തിവാദത്തെ പ്രസംഗിക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവ് നൽകിയ ആളാണ് ഇടവന്റെ ഗോപിനാഥ്. അത് പ്രയോഗിക്കാനുള്ളത്, സ്വന്തം ജീവിതത്തിലൂടെ അതിനെ തെളിയിക്കാൻ കഴിയുന്നത് ചുമ്മാ തെളിയിക്കാൻ വേണ്ടി മാത്രമല്ല, ആ തെളിയിക്കലൂടെ മാതൃക തീർക്കാൻ ശ്രമിച്ച അദ്ദേഹം നമ്മോട് ഇപ്പോഴും പറയുന്നത് നമ്മുടെ കുട്ടികളെ മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നതിനപ്പുറം നമ്മുടെ കുട്ടികളിലേക്ക്, കുടുംബത്തിലേക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ സന്ദേശം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇപ്പോ സംസാരിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ അവസ്ഥ വന്നേക്കാം എന്നുള്ള ഭീഷണി നമുക്കുള്ളതുകൊണ്ട് ഗോപി ജീവിതത്തിൽ പിന്തുടർന്ന കാര്യങ്ങൾ മാത്രമല്ല മരണാനന്തരത്തിലും ഗോപി പുലർത്തിയ കാര്യങ്ങൾ സ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഒരാളെ കൂടെ അനുസ്മരിച്ചിട്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാമെന്നാണ് കരുതുന്നത്. 2 വർഷം മുമ്പ് അന്തരിച്ച എൻ്റെ പ്രിയതമ ഓമന ഇന്ന് ചരമദിനമാണ്. 2011 മുദ്രപത്രത്തിൽ എഴുതി എന്റെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് 2022 11 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ശരീരം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാൻ പ്രാപ്തയായ, മനസ്സുകൊണ്ട് പ്രാപ്തയായ, വേഷം കെട്ടില്ല, മനസ്സുകൊണ്ട് അതിന് പ്രാപ്തയായ ഓമന മരിച്ച ദിവസമാണ്. എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഓമനയെ സ്മരിക്കുന്നു. എൻ്റെ അഭിവാദ്യങ്ങൾ.